അതേപോലെ തന്നെ വീടുകളിൽ ദീനിയായ ചർച്ചകൾ വരണം. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നാട്ടിലുള്ള മുഴുവൻ വിഷയവും ചർച്ച ചെയ്യും, ദീന് മാത്രം ചർച്ച ചെയ്യൂല. നാളെപ്പോ വ്യാഴാഴ്ചയാണ്, ആരൊക്കെ സുന്നത്തും പോലിക്കുന്നത് ഉമ്മ ചോദിക്കുക, വാപ്പ ചോദിക്കുക, അപ്പൊ നമ്മൾ മൂന്നാൾ നോക്കല്ലേ, അല്ലെ തിങ്കളാഴ്ച വരികയാണ്, അല്ലെങ്കിൽ വേറെ ദീനിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ വാപ്പ പറയാണ്, ഞാൻ തന്നെ രാത്രി നിസ്കരിച്ചാൽ മതി, എനിക്ക് വയസ്സ് എത്രയായി, നിങ്ങൾക്കൊക്കെ 18-19 വയസ്സാണല്ലോ, നിങ്ങൾ എന്താ സുബൈക്കുമ്പോ എണീക്കും? ഒരു ചർച്ച വീട്ടിൽ എന്തേ സുബൈക്കുമ്പോ എണീറ്റാൽ? അപ്പൊ അമ്മ പറഞ്ഞ കാര്യം ചെയ്യാം, ഞാൻ രാവിലെ 4:30 മണിക്ക് മൊത്തം ഒരു ബെല്ലടിക്കാം, എല്ലാവരും ഡോറിന് മുട്ടാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാണ് സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകുന്ന വീട്. നമ്മുടെ ഉമ്മയും ഉപ്പയും അടക്കം നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ പോകണം, കുടുംബസമേതം സ്വർഗത്തിലേക്ക്. ചില ആൾക്കാർ ടോർച്ച് എടുത്ത ഒരൊറ്റ പോക്കാ സുബൈ ജമാഅത്തിന്, ബാക്കി ഒരൊറ്റ ആളെയും വിളി, എല്ലാവരും നരകത്തിലാട് കിടന്നുള്ളി, ഞാൻ സ്വർഗത്ത് പോവാ. ഇതെന്ത് സ്നേഹ സഹോദര, ഇതെന്ത് സ്നേഹാണ്? എന്റെ പ്രിയപ്പെട്ട ഭാര്യ സമയത്ത് എഴുന്നേറ്റ് സുബൈ നിസ്കരിക്കണം, എന്റെ മക്കൾ എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറണം, കാറിൽ എന്റെ മക്കളും കുടുംബസമേതം പള്ളിയിലേക്ക്. എങ്കിലേ നമ്മുടെ പ്രിയപ്പെട്ട മകൻ ലോകത്ത് ഏത് ഹോസ്റ്റലിൽ പോയാലും ഓ സുബൈ ജമാഅത്തിന് പള്ളിയിലെത്തും. ആരാ ഉസ്താദ്? പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ. അങ്ങനെ വീട്ടിൽ ഇനി നമുക്കൊരു കടബാധ്യതയുണ്ടെന്ന് കരുതുക, ആ കടബാധ്യത നമ്മൾ വീട്ടിൽ പറയും. ഞാൻ പിന്നെ ഈ ഭാര്യനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, ഞാൻ മക്കളെ അങ്ങനെ വിചാരിക്കും, വിഷമിപ്പിക്കണം. എന്തെന്നറിയോ, ആ വിവരം അവരറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. ആ പ്രിയപ്പെട്ട മകൻ, പടച്ചോനെ എന്റെ ഉപ്പ കടത്തിലാണ്, എന്റെ ഉപ്പയുടെ കടം നീ വീട്ടിൽ കൊടുക്കണേ എന്ന് അവൻ ദുആ ചെയ്യണമെങ്കിൽ ആ വിഷയം മോൻ അറിയണം, ആ വിഷയം മോൾ അറിയണം. അപ്പൊ അവര് ആ നിലക്ക് നമ്മോടൊപ്പം വരും. അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കരുത്.